ജയചന്ദ്രൻ പാടുന്ന എൻ്റെ ആദ്യത്തെ ഗാനമാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. അത് പാടാൻ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കണമോ വേണ്ടയോ നിൽക്കണമോ എഴുന്നേൽക്കണമോ എന്നറിയാതെ അവിടെ പരുങ്ങുന്ന ഒരു കാലത്താണ് ഞാൻ ആ പാട്ട് പഠിച്ചത്. ഇന്ന് ആ കൊല്ലങ്ങൾ വളരെ കഴിഞ്ഞിരിക്കുന്നു. വളരെ ശക്തനായ ഒരു ഗായകനായി, വളരെ നല്ല ഒരു ഗായകനായി പരിണമിച്ചിരിക്കുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്ത് കണ്ണീരോടെ കദനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഒരേ രാഗത്തിൽ മോഹനവും കല്യാണിയും ആനന്ദഭൈരവിയും ദേവഗാന്ധാരിയും തോടിയും ശങ്കരാഭരണവുമൊക്കെ ദേവരാജ മാഷയുടെ മുമ്പിൽ ഒരു ഗുരുനാഥനായ നർത്തകൻ്റെ മുമ്പിൽ നൃത്തം പഠിക്കുന്ന പെൺകുട്ടികളെ പോലെ അനുസരണശീലം ഉള്ളവരായി നിന്നു എന്നുള്ളതാണ്. ഓരോ രാഗവും അദ്ദേഹം അവതരിപ്പിച്ച സമയത്ത് ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണോ എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ആര് എഴുതിയത് എന്ന് അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. കാരണം തൻ്റെ കയ്യിൽ കിട്ടുന്ന കവിത അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് വയലാറിൻ്റേതായതുകൊണ്ട് കുറച്ച് കൂടുതൽ നന്നാക്കാം, അല്ലെങ്കിൽ ഭാസ്കർ മാഷയുടെ അങ്ങനെ ശ്രീകുമാരൻ തമ്പി പയ്യനായതുകൊണ്ട് ചെറുതാക്കാം എന്നൊന്നും 26 വയസ്സിൽ അദ്ദേഹം വിചാരിച്ചില്ല. എങ്കിൽ പിന്നെ ചിത്രമേള പാട്ടുകൾ ഇത്ര ഹിറ്റാകുമായിരുന്നില്ല. അപ്പോൾ തൻ്റെ കവിത കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥത അത് തൻ്റേതാക്കി മാറ്റുകയും ഓരോ അക്ഷരത്തിനും അദ്ദേഹം സംഗീതം കൊണ്ട് അടിവരയിടുകയും ചെയ്യും എന്നുള്ളതാണ്
അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ പ്രത്യേകത.